വീക്കെൻഡായിട്ട് എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് പെരുന്നാളൊക്കെ ആവാനായിട്ടുണ്ട്. നമുക്കൊരു ഈസി ആൻഡ് ക്വിക്കായിട്ടുള്ള ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. വളരെ ഈസിയാണ്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ എടുക്കുന്നത് കേട്ടോ. മെയിൻ ഡിഷായിട്ട് നമ്മൾ ചിക്കനാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ചിക്കൻ വെച്ച് നല്ലൊരു പെരളലും ഉണ്ടാക്കുക. പിന്നെ ആ ചിക്കൻ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊരു ഗ്രില്ല് ചെയ്യാം. നമുക്ക് വേണ്ട പീസ് എടുത്തിട്ട് ഗ്രില്ല് ചെയ്യാം. ആദ്യം തന്നെ പെരളലിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമ്മൾ ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു റെഡിഷ് കളറായിട്ട് വരുന്നു. ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. അപ്പോൾ തക്കാളിയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ക്യാപ്സിക്കം നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് വറ്റിച്ചൊരു ഡ്രൈ രൂപത്തിലല്ല കേട്ടോ നമ്മൾ ഇതുണ്ടാക്കുന്നത്. ഇച്ചിരി ചാറൊക്കെ വന്ന് നമുക്ക് ചോറിന് കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി പോലെയാണ് കേട്ടോ നമ്മൾ ഈ പെരളൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ വെച്ച് നമുക്ക് ഇപ്പുറം സൈഡിൽ നമ്മുടെ ആ ചിക്കൻ കായം തേച്ച് വെച്ച് ഗ്രില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഗ്രില്ല് ചെയ്യുന്ന ചിക്കന് ജസ്റ്റ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചിക്കൻ മസാലയും തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ ഗ്രിൽ പാൻ വെച്ചിട്ട് ആദ്യം ബട്ടർ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മസാല ഇവിടെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല. ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് പൊടികൾ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മൾക്ക് അളവുണ്ടാവല്ലോ അത് നോക്കിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും കേട്ടോ. നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ്. അപ്പോൾ നമുക്ക് അതിനൊന്ന് മറിച്ചിടേ ഉണ്ടോ. ചിക്കൻ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾക്ക് ഈ നല്ലൊരു ഈസി ആയിട്ടുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ല ചോറും ഈ ചിക്കൻ പെരളലും ചിക്കൻ ഗ്രില്ല് ചെയ്തതും ഒരു പപ്പടം കുറച്ച് തൈരും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് കഴിക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഒന്ന് പെട്ടെന്ന് വേറെ ഒന്നുമില്ല, ചിക്കൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഈസി ലഞ്ച് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. പിന്നെ മക്കളൊക്കെ ഫിഷൊന്നും ഇപ്പോഴത്തെ മക്കൾ ആരും അങ്ങനെ ഫിഷ് കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ മോളൊന്നും ഫിഷ് കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ.